എല്ലാവർക്കും നമസ്കാരം. PKG പാല എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി നമ്മുടെ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള വീട്ടുപകരണങ്ങളും മറ്റു മെഷീനറികളുമൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യവും നമ്മൾ ഒരു വെറൈറ്റി ബക്കറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബക്കറ്റ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ നശിപ്പിക്കുന്നതോടൊപ്പം കുറച്ച് വളവും കൂടി നമുക്ക് ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മുടെ ബക്കറ്റ് ആദ്യമായിട്ട് സ്ഥാപിക്കേണ്ടത്. ഇതിൻ്റെ അടിയിൽ ഒരു ട്രേ പോലെയൊരു ഭാഗമുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കണം. വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് ഉറുമ്പുകളൊന്നും കയറാതിരിക്കാനും അതുപോലെ തന്നെ ഒച്ചുകളൊന്നും കയറാതിരിക്കാനും ഒക്കെയാണ്. ഈ ബക്കറ്റിനോടൊപ്പം തന്നെ 2 ബക്കറ്റും കൂടെ എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. മൊത്തം 3 ബക്കറ്റാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു സെറ്റായിട്ട് വരുന്നത്. അതിനോടൊപ്പം ഇനാക്കുലം ലഭിക്കുന്നുണ്ട്. ഇനാക്കുലം എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വസ്തുവാണ്. ഇതാണ് നമ്മൾ ഈ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ വിതറി കൊടുക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. നമുക്ക് ഈ ബക്കറ്റിൽ എങ്ങനെയാണ് വേസ്റ്റ് ഇടുന്നതെന്നുള്ളത് കാണാം. ആദ്യമായിട്ട് ഇതിന് മുകളിലുള്ള മൂടി തുറന്നതിന് ശേഷം ഇനാക്കുലം ഒരു 1 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച് ലെയർ കനത്തിൽ വിതറി കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മൾ അടുക്കള മാലിന്യം ഇട്ടതിന് ശേഷം വീണ്ടും ഒരു ലെയറും കൂടെ ഇനാക്കുലം വിതറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. വീണ്ടും മൂടി അടച്ചു വയ്ക്കുക. ആദ്യത്തെ ബക്കറ്റ് നിറഞ്ഞതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ബക്കറ്റ് എടുത്ത് മുകളിൽ വയ്ക്കുക. അപ്പോൾ മൂടി മാറ്റിയിട്ട് വേണം വയ്ക്കാൻ. മൂടി മാറ്റിയിട്ട് ഇതുപോലെ വയ്ക്കുക. ഇതിന് മുകളിൽ നമുക്ക് മൂടി വയ്ക്കാം. ഇത് രണ്ടാമത്തെ ബക്കറ്റാണ്. ഇതിലും പഴയ പ്രോസസ്സ് ആവർത്തിക്കുക. ഒരു ലെയർ ചകിരിച്ചോറ് നിരത്തുക. അതിനുശേഷം മുകളിൽ വേസ്റ്റ് ഇടുക. വീണ്ടും ഒരു ലെയർ ചകിരിച്ചോറ് നിറയ്ക്കുക. ഇത്രേ ഉള്ളൂ ചെയ്യാൻ. ഇതുപോലെ മൂടി വയ്ക്കുക. പെട്ടെന്നൊന്നും നിറയത്തില്ല. അങ്ങനെ പെട്ടെന്ന് നിറയത്തില്ല എന്ന് പറയാൻ കാരണം ഇത് നമ്മൾ ഈ വേസ്റ്റ് ഇതിനകത്തിട്ട് ഇനാക്കുലം വിതറിയതിന് ശേഷം ഇത് ഒന്ന് ഇരിക്കും. ഇത് വളമാകുന്നതോടൊപ്പം തന്നെ താഴേക്കൊന്ന് അമരും. അതുകൊണ്ടാണ് കൂടുതൽ സ്പേസ് കിട്ടുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ഇടാം. പെട്ടെന്ന് നിറയത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആ രണ്ടാമത്തെ ബക്കറ്റും നിറഞ്ഞു. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബക്കറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഞാനൊരു സ്റ്റൂളിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നല്ല ഹൈറ്റായിട്ട് നമുക്ക് തോന്നുന്നത്. ഇത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഹൈറ്റായിട്ട് തോന്നത്തില്ല. നമുക്ക് നിലത്ത് നിന്ന് സാധാരണ രീതിയിൽ തന്നെ നമുക്ക് കൈകൊണ്ട് എത്തുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാം, ഉപയോഗിക്കാം. കണ്ടോ? ഇതുപോലെ ഇരിക്കും. ഇത്രേ ഉള്ളൂ. മുമ്പേ നമ്മൾ ബക്കറ്റ് ഒരു സ്റ്റൂളിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് നല്ല ഹൈറ്റായിട്ട് നമുക്ക് തോന്നിയത്. ഇതുപോലെ ഇരിക്കും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ കാണുന്ന ഭാഗത്ത് വെള്ളം ഒഴിക്കുന്ന കാര്യവും മറക്കരുത്. ഏകദേശം ഒരു 40 ദിവസം കൊണ്ട് നമ്മുടെ ഒരു ബക്കറ്റിലെ വേസ്റ്റ് വളമായിട്ട് മാറും. അങ്ങനെ നമുക്ക് കിട്ടുന്ന വളം വീണ്ടും നമുക്ക് ഇനാക്കുലമായിട്ട് ഉപയോഗിക്കാം. ഈ ചകിരിച്ചോറിന് പകരമായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. വേറെ പ്രത്യേകം വാങ്ങേണ്ട കാര്യമില്ല. ആദ്യമായിട്ടിടുന്ന ഇനാക്കുലത്തിൻ്റെ കളറും അല്ലാതെ നമ്മൾ വളമായാലും കളറും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഒന്ന് ഡാർക്കായിരിക്കും, മറ്റേ അത്ര ഡാർക്ക്നെസ് ഇല്ലായിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. ടോട്ടൽ നമുക്ക് ഒരു 15 കിലോ വളത്തോളം നമുക്ക് ലഭിക്കും. അതിനകത്തുനിന്നൊരു 3 കിലോ മാറ്റി വെച്ചാൽ വീണ്ടും ഉപയോഗിക്കാം. നമുക്ക് ഈ വീഡിയോ എടുക്കാൻ അവസരം തന്നത് പാലയിലുള്ള അഗ്രിമ ഇക്കോ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഇവിടെ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, നാടൻ മസാലപ്പൊടികൾ, ധാന്യപ്പൊടികൾ, പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ, കോഴിക്കൂട്, അതുപോലെ നമുക്ക് അടുക്കള ഉപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, ഇങ്ങനെ സകല സാധനങ്ങൾ ഇവിടെ ലഭിക്കും. പാലായിലൊക്കെ വരുമ്പോൾ ഇവിടെ ഒന്ന് കയറണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബക്കറ്റിന് ഏകദേശം 2400 രൂപയാണ് വില. ഈ 2400 രൂപയ്ക്ക് 3 ബക്കറ്റും ഇതിൻ്റെ ഒരു ചാക്ക് ഇനാക്കുലവുമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ബക്കറ്റ് ആവശ്യമുള്ളവർ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് പാഴ്സലായിട്ട് അയച്ചു തരും. അതിൻ്റെ പാഴ്സൽ ചാർജ് എക്സ്ട്രാ വരും. മുമ്പേ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് മുട്ടത്തോട്, സവാളത്തോട്, നാരങ്ങ, അങ്ങനെ എന്ത് വേണേലും ഇടാം കേട്ടോ. സാധാരണ ഇങ്ങനെയുള്ള ബക്കറ്റുകളിലൊന്നും ഇതൊന്നും ഇടാൻ പാടില്ലെന്ന് പറയും. പക്ഷേ ഇതിൽ നമുക്ക് എന്ത് വേണേലും ഇടാം. ചെറിയ കഷണങ്ങളായിട്ട് മുറിച്ചിടണമെന്ന് മാത്രം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള ഈ വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ കുറച്ച് ഇനാക്കുലം കൂടുതൽ ഇതിനുള്ളിൽ വിതരണം. അത്രേ ഉള്ളൂ.
പിന്നെ പേപ്പർ, പ്ലാസ്റ്റിക് തുടങ്ങിയൊന്നും ഇടല്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എന്ത് വേണേലും നമുക്കിടാം. ഈർപ്പം മാക്സിമം ഒഴിവാക്കുക. മഴ നനയരുത്. ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ദുർഗന്ധമോ അതുപോലെ തന്നെ പുഴുക്കളുടെ ശല്യമോ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപകരണം ഈ ഒരു ബക്കറ്റ് നമുക്ക് വീടുകൾക്കുള്ളിലും വെച്ച് ഉപയോഗിക്കാം. മുറിക്കുള്ളിൽ വെച്ച് ഉപയോഗിക്കാം. അടുക്കളയിലോ വർക്ക് ഏരിയയിലോ അതുപോലെ തന്നെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കൊക്കെ ഇൻഡോർ പ്ലാന്റിനുള്ള വളം വരെ നമുക്കിതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.